ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥങ്ങളുടെ വായനയാണ്. ഇന്ന് ദിവസം 100. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ടോക്കിയോ, സെപ്റ്റംബർ 8, 1987. 361. കർത്താവിന് മഹാത്ഭുതം. എനിക്ക് അർപ്പിതമായിരിക്കുന്ന ഈ വത്സരത്തിൽ പ്രിയസുതരെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് നിങ്ങളുടെ എളിയ അമ്മയുടെ മടിത്തട്ടിലേക്ക് ക്ഷണിക്കുന്നു. എളിമയും നിസാരതയും വിധേയത്വവും ശാന്തതയും അനുസരണവും നിശബ്ദതയും എന്നിൽ നിന്ന് പഠിക്കുക. നിസാരതയിലൂടെയും ബലഹീനതയിലൂടെയും കൂടി മാത്രമേ കർത്താവ് പ്രവർത്തിക്കൂ. അവൻ ദരിദ്രനെ പൂഴിയിൽ നിന്നുയർത്തുകയും നിസ്സാരമായതിനെ തൻ്റെ പാതയിലൂടെ ആനയിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും മാത്രമേ കർത്താവിൻ്റെ കരുണയും പ്രകടമാക്കപ്പെടുകയുള്ളൂ. അവൻ വിശക്കുന്നവരെ സദ്വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. രോഗികൾക്ക് ആരോഗ്യവും കൂട്ടം തെറ്റിയവർക്ക് രക്ഷയും നിരാശിതർക്ക് പ്രത്യാശയും പാപികൾക്ക് പ്രസാദവരവും അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. എളിമയിലൂടെയും വിധേയത്വത്തിലൂടെയും മാത്രമേ കർത്താവിൻ്റെ പ്രാഭവം പ്രവർത്തിക്കൂ. അവൻ എളിയവനെ ഉയർത്തുന്നു, ബലഹീനന് ശക്തി നൽകുന്നു. പീഡിതനെ അടിച്ചമർത്തപ്പെട്ടവനെയും അവൻ്റെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ആനയിക്കുന്നു. ഞെരുക്കപ്പെട്ടവൻ്റെയും പീഡിപ്പിക്കപ്പെട്ടവൻ്റെയും മേൽ പ്രത്യേക സ്നേഹം നിറഞ്ഞ നയങ്ങളോടെ നോക്കുന്നു. കർത്താവിൻ്റെ മഹിമകൾക്ക് ഇന്ന് എന്നോടൊപ്പം നിങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യത്തെ വാഴ്ത്തുവിൻ. യേശുവിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെ മഹാത്ഭുതം ഭൂമിയിലെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹാവിജയത്തോടു കൂടി പൂർത്തീകരിക്കപ്പെടും. ഈ വർഷത്തിൽ തന്നെ കൂടുതൽ പ്രബലവും കൂടുതൽ അസാധാരണവുമായ വിധത്തിൽ ഈ മഹാവിജയം ഞാൻ യാഥാർത്ഥീകരിക്കാൻ ആരംഭിക്കും. എൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം സഭയും മനുഷ്യവംശവും ആഹ്ലാദത്തോടെ നോക്കും. ഇതിൻ്റെ യഥാർത്ഥവൽക്കരണത്തിനായി ഞാൻ നിങ്ങളെയും എൻ്റെ വിമല ഹൃദയത്തിന് അർപ്പിതരായ വൈദികരെയും വിശ്വാസികളെയും ഞാൻ ഉപയോഗപ്പെടുത്തും. ഇതിനു വേണ്ടി എൻ്റെ കുഞ്ഞുമകനെ, ഞാൻ വീണ്ടും നിന്നെ ഈ വിദൂരസ്ഥങ്ങളായ രാജ്യങ്ങളിലേക്ക് ആനയിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും വിദൂരസ്ഥങ്ങളായ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ പ്രഖ്യാപനത്തെ ആവർത്തിക്കണം. ഉദിച്ചുയർന്ന പ്രഭാതമാണ് ഞാൻ. ഞാനാകുന്നു നിങ്ങളുടെ എളിയ അമ്മ. ഞാനാകുന്നു കർത്താവിൻ്റെ നിസ്സാരമായ അടിമ. എൻ്റെ സമയം ആഗതമായി. ഇപ്പോഴത്തെ പോലെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ മഹാവിജയത്തിനായി കർത്താവിൻ്റെ മഹാത്ഭുതം കാണുവാനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാരണത്താൽ നിങ്ങളുടെ സ്വർഗീയ അമ്മ ഭൂജാതയായി ശയിക്കുന്ന തൊട്ടിലിനരികിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. എന്തിനെന്നോ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിനയത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ആദരവുകൾ എനിക്ക് അർപ്പിക്കുകയും അതിലൂടെ നിങ്ങളെ തന്നെ എനിക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി സ്നേഹത്തോടെ ആനന്ദത്തോടും കൂടെ നിങ്ങളെ ഏവരെയും ഞാൻ ആശീർവദിക്കുന്നു. അദീത, ജപ്പാൻ, സെപ്റ്റംബർ 15, 1987. 362.
എന്തുകൊണ്ട് ഞാൻ എപ്പോഴും കരയുന്നു? ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ശത്രുവിൻ്റെ ഗൂഢാലോചനകൾ വിധേയനായ എൻ്റെ മകനെ, നീ എവിടെയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സുതൻ യേശുവിൻ്റെ അതിരറ്റ നൊമ്പരങ്ങളും അതിൽ എനിക്കുള്ള ഭാഗഭാത്വവും ഇന്നത്തെ ആരാധനാക്രമത്തിൽ അനുസ്മരിക്കും. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെയും എൻ്റെ എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് അനിതര സാധാരണമായ കൃപാവരങ്ങൾ വർഷിക്കപ്പെട്ട ഈ യാത്രയുടെ അന്ത്യത്തിൽ എൻ്റെ രക്ഷാകര സഹകാർമ്മികത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ അണഞ്ഞിരിക്കുകയാണ്. യേശുവിൻ്റെ കുരിശിന് താഴെ ഞാൻ നിന്നു. എൻ്റെ ഓരോ മക്കളും വഹിക്കുന്ന കുരിശിനരികിലും ഞാൻ നിന്നുകൊണ്ട്, ഞാൻ യഥാർത്ഥ അമ്മയും യഥാർത്ഥ സഹരക്ഷകരുമാകുന്നു. എൻ്റെ ഈ രൂപത്തിൻ്റെ കണ്ണിൽ നിന്ന് ഏതാനും വർഷങ്ങളോളം 100-ലധികം പ്രാവശ്യം അത്ഭുതകരമായി അശ്രുകണങ്ങൾ പൊഴിയുവാൻ ഞാൻ ഇടയാക്കി. എന്തുകൊണ്ട് ഞാൻ എപ്പോഴും വിലപിക്കുന്നു, ഞാൻ കരയുന്നു എന്തെന്നാൽ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള എൻ്റെ മാതൃസഹജമായ ക്ഷണത്തെ മനുഷ്യവംശം സ്വീകരിക്കുന്നില്ല. ദൈവത്തിനും അവൻ്റെ സ്നേഹത്തിനും നിയമത്തിനുമെതിരായി വിപ്ലവത്തിൻ്റെ പാതയിലൂടെ നിർബന്ധിത ബുദ്ധിയോടെ അത് പ്രയാണം തുടരുന്നു. കർത്താവ് നിരാകരിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളുടെ സ്വർഗീയ അമ്മ പരസ്യമായി നിന്ദിക്കപ്പെടുകയും പരിഹാസപാത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ അസാധാരണ അഭ്യർത്ഥനകൾ ചെവിക്കൊള്ളപ്പെട്ടിട്ടില്ല. ഞാൻ നിൽക്കുന്നു. എൻ്റെ അഗാധമായ ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ വിശ്വസിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കപ്പെടുന്നില്ല. അവൻ്റെ ജീവനും വസ്തുവകകൾക്കും മേലെ എല്ലാ ദിവസവും അക്രമങ്ങൾ നടത്തപ്പെടുന്നു. മനുഷ്യൻ കൂടുതൽ ദുഷിച്ചവനും നിരീശ്വരവാദിയും ദുഷ്ടനും ക്രൂരനുമായിത്തീരുന്നു. ഈ ദരിദ്രവും തലതെറിച്ചതുമായ മനുഷ്യവംശത്തിനുമീതെ വെള്ളപ്പൊക്കത്തേക്കാൾ ഭീകരമായ ഒരു ദണ്ഡം വരുന്നു. അഗ്നി സ്വർഗത്തിൽ നിന്നും ഇറങ്ങും. ദൈവത്തിൻ്റെ നീതി തൻ്റെ മഹാവെളിപ്പെടുത്തലിൻ്റെയും മണിക്കൂറുകൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കുമിത്. ഞാൻ വിലപിക്കുന്നു. എന്തെന്നാൽ സഭ വിഭജനത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും മതത്യാഗത്തിൻ്റെയും അപ്രതിരോധമാം വിധം വ്യാപിക്കുന്നു. അബദ്ധത്തിൻ്റെയും പാതയിലൂടെയുള്ള പ്രയാണം തുടരുന്നു. ഇപ്പോൾ പോലും ഫാത്തിമയിൽ ഞാൻ മുൻകൂട്ടി പറഞ്ഞതും ഒരു കുഞ്ഞുമകളോട് മൂന്നാമത്തെ സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തിയതുമായവയുടെ സഫലീകരണം നടക്കുകയാണ്. അങ്ങനെ സഭയ്ക്ക് പോലും അതിൻ്റെ മഹാപരീക്ഷണത്തിൻ്റെയും നിമിഷങ്ങൾ വരുന്നു. എന്തെന്നാൽ അധർമ്മമൂർത്തി തന്നെ സഭയ്ക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയും എല്ലാ ശൂന്യമാകുന്ന മ്ലേച്ഛത ദൈവത്തിൻ്റെ പരിശുദ്ധാലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഞാൻ വിലപിക്കുന്നു. എന്തെന്നാൽ എൻ്റെ മക്കളുടെ ആത്മാക്കളുടെ ഒരു മഹാസംഖ്യ നഷ്ടപ്പെടുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഞാൻ വിലപിക്കുന്നു. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടും എന്നെ ശ്രവിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് അത്ഭുതകരങ്ങളായ അടയാളങ്ങൾ തന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കപ്പെട്ടിട്ടില്ല. പ്രബലവും നിരന്തരവുമായ വിധത്തിൽ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി. പക്ഷേ നിങ്ങളുടെ ഹൃദയ കവാടം എനിക്കായി തുറക്കപ്പെട്ടില്ല. തൻ്റെ ദിവ്യസ്നേഹത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ യേശു പരിരക്ഷിക്കുന്നു. വത്സല മക്കളായ നിങ്ങളെങ്കിലും ഞാൻ നടക്കുന്ന ഹൃദയഭേദകമായ
അഭ്യർത്ഥനകൾക്ക് ചെവി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. യേശു മഹത്വത്തോടെ ആഗതനാവുമ്പോൾ അവിടുത്തെ സ്വീകരിക്കാനായി നിങ്ങൾ തയ്യാറാവുക. കർത്താവിൻ്റെ മഹാദിനം ഇപ്പോൾ തന്നെ ആഗതമായി കഴിഞ്ഞു. സിയോൾ, കൊറിയൻ, സെപ്റ്റംബർ 27, 1987, 363. ലോകത്തിലെ മുഴുവൻ ജനതയോട്, ഈ രാജ്യത്തിൻ്റെ ഞാൻ അധികം സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്നു. വിനീതവും ദരിദ്രവും എളിമയും നിറഞ്ഞതുമായ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് ഉടലെടുത്ത സ്നേഹത്തോടെ എൻ്റെ മക്കൾ എന്നിൽ അഭയം തേടി അണഞ്ഞിരിക്കുന്നു. മാതൃനിർവശേഷമായ സംരക്ഷണത്തിൻ്റെ മേലങ്കിക്കു കീഴെ അവർ അഭയം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ എൻ്റെ സാന്നിധ്യം സഭയ്ക്ക് ഓജസ്സും ശക്തിയും പ്രദാനം ചെയ്യുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ ഫലഭൂഷ്ഠിതമായ വളക്കൂറുള്ള മണ്ണിന്മേലാണ് അത് വളരുന്നതും വ്യാപിക്കുന്നതും. ഈ രാജ്യം അത് എൻ്റെ സ്വർഗീയ ആരാമത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ശത്രുവായ ചുവന്ന സർപ്പം ഈ രാജ്യത്തിൻ്റെ മേലുള്ള തൻ്റെ ആധിപത്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിനെതിരായ വിദ്വേഷത്തിൻ്റെയും അടിത്തറയിലാണ് തൻ്റെ സാമ്രാജ്യം അവൻ പണിതുയർത്തുന്നത്. നിബിഡമായ അന്ധകാരത്തിലൂടെ നടന്നു നീങ്ങുന്ന എൻ്റെ നിരവധിയായ മക്കളിൽ നിർബന്ധപൂർവമാണ് നിരീശ്വരത്വം അടിച്ചേൽപ്പിക്കുന്നു. എൻ്റെ പ്രകാശവും വിജയവും എവിടെ നിന്ന് വ്യാപിക്കും? ഈ ഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളെയും ആവരണം ചെയ്യുകയും ചെയ്യും. വളരെ ശക്തവും പ്രഘോഷിതവുമായ വിധത്തിൽ ഉദിക്കുന്ന പ്രഭാത നക്ഷത്രം ഞാനാണ്. ലോകത്തിലെ എല്ലാ ജനതകൾക്കും സഹായവും രക്ഷയും നേടിക്കൊടുത്ത് കന്യകയായ അമ്മ ഞാനാണ്. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ മഹാവിജയം ആരംഭിക്കുവാനുള്ള മാർഗം ഞാനാണ്. സൂര്യനെ വസ്ത്രമായി ധരിച്ചിരിക്കുന്ന സ്ത്രീ ഞാനാണ്. അവൾ ചുവന്ന സർപ്പത്തെ ബന്ധിച്ചിരിക്കുന്നതിന് അസാധാരണമായ വിധത്തിൽ ഇടപെടുവാൻ പോകുകയാണ്. മരണത്തിൻ്റെയും തീയുടെയും അവൻ്റെ ഭരണത്തിലേക്ക് അവനെ ഞാനാണ് ചവിട്ടിത്താഴ്ത്തും. ഇവിടെ സംഭവിക്കുന്നതിലൂടെ സഭ മുഴുവനും അതിൻ്റെ സാർവത്രിക നവീകരണത്തിനായി മാതാവിൻ്റെ സാമീപ്യം എത്രയധികമായി ആവശ്യമാണെന്ന് മനസ്സിലാക്കും. ഇതാണ് എനിക്ക് അർപ്പിതമായിരിക്കുന്ന വത്സരം. എൻ്റെ വിജയകരമായ പദ്ധതിയെ പിന്താങ്ങുവാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും ആജ്ഞാപിക്കുന്നു. പ്രാർത്ഥിക്കുകയും സഹിക്കുകയും എനിക്കായി നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുക. ലോകത്തിന് മുന്നിലും സഭയ്ക്ക് മുന്നിലും ഞാൻ മഹത്വീകൃതയാകുന്നതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ദരിദ്രരും നിസ്സാരരുമായ എൻ്റെ മകനെ, നിന്നിലൂടെ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട നാടായ കൊറിയയും ലോകത്തെ മുഴുവനെയും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.